ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിച്ചവർ പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ബീഫ് അച്ചാറാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഇവിടെ പറമ്പിലുണ്ട്. അപ്പോൾ അത് നമുക്ക് പറമ്പിൽ പോയി തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇഞ്ചി പറിക്കാൻ പോവാം കേട്ടോ. ഇവിടെ പറമ്പിൻ്റെ പല ഭാഗത്തായിട്ട് ഡാഡി ഇഞ്ചി നട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് കൂട്ടമൊക്കെ നിൽപ്പുണ്ട് ഇഞ്ചിയുടെ. നമുക്കതിന്ന് ഒരു കട പറിച്ച് നോക്കാം. എത്രത്തോളം എനിക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും നമുക്കൊന്ന് പറിച്ച് നോക്കാം. മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ കുതിർന്ന് നിൽക്കുന്നുണ്ട്. വലിച്ചാൽ വേഗം കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാനിവിടെ നിന്ന് ഒരു കട പറിച്ചെടുക്കുകയാണ് കേട്ടോ. പറിച്ചെടുത്ത് നോക്കിയപ്പോൾ ചെടിയുടെ അടിയിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, പക്ഷെ മണ്ണിനകത്ത് കുറച്ചൊക്കെ കിടപ്പുണ്ട് കേട്ടോ. സംഭവം ചെറുതാണെങ്കിലും ഇതിന് ഭയങ്കര ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഫ്ലേവറും സ്മെല്ലൊക്കെ ഉണ്ടെന്നാണ് മമ്മി പറഞ്ഞത്. ഇത് നാടൻ ഇഞ്ചി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പം വെക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പറിച്ചെടുക്കാനായിട്ട്. വലിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല. നോക്കട്ടെ, ഇവിടെ കുറേയൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇവിടെ മണ്ണിൻ്റെ അടിയിലുണ്ട് സംഗതി. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇഞ്ചി പറിച്ചെടുത്തു. ഇനി ഇതാ കുറച്ച് വേറെ ഭാഗത്തുനിന്നും കൂടി പറിച്ചെടുക്കുകയാണ്. ഇവിടെയും കുറച്ച് ഇഞ്ചി ഉണ്ട് കേട്ടോ. ഒരു കടയും കൂടി ഒന്ന് പറിച്ച് നോക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില. അത് ഞാൻ ഇവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ്. ഇവിടെ കുറേ കുട്ടി കുട്ടി തൈകൾ നിൽപ്പുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ പറിച്ചെടുക്കുകയാണ്. കൂടാതെ ഇവിടെ അപ്പുറത്ത് വലിയൊരു മരം കൂടി ഉണ്ട് കറിവേപ്പിലയുടെ. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ആ കാണുന്നതാണ് നമ്മുടെ വലിയ കറിവേപ്പില മരം. കണ്ടല്ലോ എല്ലാവരും. ഇനി നമുക്ക് ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബീഫ് 3/4 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 2ആയി കീറിയിട്ടത്, മിളക്, പിന്നെ കറിവേപ്പില, വിനീഗർ, പിന്നെ കുറച്ച് ഓയിൽ വേണം, ഉപ്പ് വേണം. പിന്നെ നമുക്ക് ഇറച്ചി പുരട്ടാനായിട്ടുള്ള മസാല തയ്യാറാക്കാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി. ഇത്ര ഇട്ടിട്ട് നമ്മൾ പരട്ടി വെക്കും കേട്ടോ ഇറച്ചി. പിന്നെ വേണ്ടത് കായപ്പൊടി, ഉലുവപ്പൊടി, ഗരം മസാല. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ചധികം കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാധാരണ നല്ല മുളക് പൊടിയും കൂടി ഞാൻ കുറച്ചധികം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇറച്ചി നന്നായിട്ട് മസാല പുരട്ടി വെക്കാം. ഇറച്ചി വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ചെറുതാക്കി നെയ്യൊന്നും ഇല്ലാതെ നമ്മൾ അരിഞ്ഞ് വാങ്ങിയെടുക്കണം. ഇത് നമ്മുടെ കുക്കറിൽ ഇട്ട് 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ 3 വിസിലെന്ന് തന്നെ പറയണത്. ഇത്തിരി ഹാർഡ്നെസ് വേണം, എന്നാലും അച്ചാറിന് നമ്മൾ വറുത്ത് കോരുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ട് ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത്, അതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞേ, കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിരുമ്മി വയ്ക്കുകയാണ്. ഇനി കുക്കറിലോട്ട് ഇതിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി കിടക്കാം. അതായത് കാശ്മീരി ചില്ലി പൗഡറും മുളക് പൊടിയും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വിനീഗറും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും. ഞാനിതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലോണം തന്നെ പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് ഇത് മാറ്റാം. ഇതെന്തിനാ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണയിലേക്ക് ഇത് ഈ മുളക് പൊടി ഡയറക്റ്റായിട്ട് ഇടുമ്പം ചിലപ്പോൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നേരത്തെ തന്നെ വിനീഗർ ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുന്നത്. അപ്പോൾ അതവിടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വയ്ക്കാം. ചൂടായ ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്.
ഇവിടെ ഈ ബീഫ് അച്ചാറൊക്കെ ഉണ്ടാക്കിയാൽ ഒരാഴ്ച കൂടുതലൊന്നും ഇരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് കുറേ നാൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഞാൻ എണ്ണ ചൂടായി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി വറുക്കാനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലോണം വറുത്ത് പോരാം. അതുപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചിയും ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി നന്നായി വറുത്ത് നമ്മൾ ഇടിച്ച് ചതച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. എല്ലാവരും ചോദിക്കും ചെറുള്ളി അച്ചാറിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമെന്ന്. പക്ഷെ നിങ്ങളൊന്ന് ഇത് ചെയ്ത് നോക്ക്, ഇതിൻ്റെ ഫ്ലേവർ സൂപ്പർബാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ നമ്മുടെ ഇഞ്ചി ഇട്ട് ഒന്ന് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുകയാണ്. എണ്ണയിൽ കിടന്ന് നന്നായി മൂക്കട്ടെ. ഇഞ്ചി ഒന്ന് ചെറുതായി നിറം മാറുന്ന സമയത്ത് നമുക്ക് ചെറുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായി പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചെറുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ചെറുള്ളി ആഡ് ചെയ്തിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ. ഇനി ഇത് നന്നായി മൊരിയട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില തന്നെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഞാനതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇത് നന്നായി നമുക്ക് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ലോണം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ വറുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരിയെടുക്കാം. ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് ഇടിക്കണ കല്ലിൽ വെച്ചിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം. ഇതാണ് കേട്ടോ ഞാനിവിടെ ഇടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രം. ഇത് പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സാധനമാണ് കേട്ടോ ആ പാത്രം. ഇങ്ങനെ കുറേയൊക്കെ ചതയ്ക്കാനും ഇടിക്കാനും ഒക്കെ ഞങ്ങൾ ഇത് ഈ പാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ വെയിറ്റുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പം ഞാനിതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ വറുത്ത ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായി ചതച്ച് എടുക്കട്ടെ. നല്ലോണം ഇടിച്ച് ചതച്ചെടുക്കുകയാണ്. ഇപ്പോൾ നന്നായി ചതഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നമുക്കൊരു കാര്യം കാണാം. നമ്മൾ വറുത്ത എണ്ണയൊക്കെ കുറച്ച് നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് വരും ഇത് ചതച്ചെടുക്കുന്നതോട് കൂടിയിട്ട്. ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഇതിന്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ നല്ല രീതിയിൽ ചതച്ച് മാറ്റി വയ്ക്കുന്നു. അപ്പം ഞാൻ എല്ലായിടത്തും മാറ്റി വെച്ച് ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി വെന്ത് കഴിഞ്ഞിരുന്നു. ഞാനത് വെള്ളമൊക്കെ ഊറ്റി വെച്ച് ഇറച്ചി മാത്രമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം കേട്ടോ. നല്ലോണം വെന്ത് ഉടഞ്ഞു പോകരുത്, ഇത്തിരി ഹാർഡായിട്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്കിത് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയൊക്കെ വറുത്തെടുത്ത എണ്ണയാണത്. ഇനി അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് വറുത്ത് കോരാൻ പോകണം. നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് കിട്ടണം. ഞാൻ എല്ലാ ബീഫും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഞാൻ ഒരു ട്രിപ്പായിട്ട് തന്നെ വറുത്ത് കോരാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ബീഫൊക്കെ ഇട്ട് കൊടുത്തു.
ഇനി നന്നായി ഇളക്കി നമുക്ക് നല്ല രീതിയിൽ തന്നെ വറുത്ത് എടുക്കാം. ഇത് വറുത്ത് കോരിയ എണ്ണ തന്നെയാണ് ഇനി നമ്മൾ ഈ പ്രോസസ്സ് ഫുള്ള് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇറച്ചിയൊക്കെ വറുത്ത് കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയുടെ അടിയിൽ കുറച്ച് മസാലയൊക്കെ ഇങ്ങനെ കുറച്ച് കിടപ്പുണ്ടാവും. അത് അടുത്ത പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപേ ഒന്ന് ആ മസാല മാറ്റി വെച്ച ശേഷം മാത്രമേ ആ എണ്ണ ഉപയോഗിക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു കരിഞ്ഞ ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഇറച്ചി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി ഒഴിക്കാം. എണ്ണയിൽ നിന്ന് ഞാനെല്ലാം മാറ്റുകയാണ്. ഇതാ കണ്ടു, എണ്ണയിൽ കുറച്ചധികം മസാല കിടപ്പുണ്ട്. നമ്മൾ ആ ഇറച്ചിയിൽ പുരട്ടിയ മസാലയാണ് ആ കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റിയ ശേഷം വേണം ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ആ എണ്ണയിൽ ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായി വറുത്ത് കോരുക. ഞാനെല്ലാം അതിൽ നല്ല രീതിയിൽ തന്നെ എണ്ണ ഊറ്റിയെടുത്ത് മാറ്റുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. ഇവിടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധിക ദിവസമൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി തിന്ന് തീർക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ പാൻ നല്ലോണം ചൂടാക്കി അതിലേക്ക് ഇതാ നേരത്തെ ഇറച്ചി വറുത്ത എണ്ണ തന്നെയാണ്. ഞാൻ അതിൻ്റെ അടിയിൽ കിടന്നിരുന്ന മസാലയൊക്കെ മാറ്റിയിട്ട് ആ എണ്ണ മാത്രം ഫിൽറ്റർ ചെയ്ത് അതിൽ ഒഴിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ കടുക് പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഇടുകയാണ്. ഇത് കുരുമുളകിൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കടുകൊക്കെ കിടന്ന് നന്നായി പൊട്ടട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്യണം. നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്യുമ്പം മുഖത്തേക്കൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണേ. എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ തിള വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം. കുറേ അധികം വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അച്ചാറിനൊക്കെ. ഇത് നടു ഇങ്ങനെ കീറിയിട്ടിരിക്കുകയാണ്, ഓരോ അല്ലിയും വെളുത്തുള്ളിയുടെ അല്ലിയും ഞാൻ നടു കീറിയിട്ടിരിക്കുകയാണ്. ഇനി പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ഇതൊന്ന് ചെറുതായി മൂക്കുമ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. നല്ല തിളച്ച എണ്ണയിൽ അതൊക്കെ കിടന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡറിൻ്റെയും നമ്മുടെ സാധാരണ മുളക് പൊടിയുടെ ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ ശരിയായ കളറ് കിട്ടുന്നത്. കണ്ടോ? ഇനി ആ ഒരു പച്ചമണം മാറി വരുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വറുത്ത് ചതച്ച് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ വീണ്ടും ഇതുണ്ടാക്കി വീട്ടിൽ കഴിക്കാൻ നോക്കും. ഇപ്പം ഞാനതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. നന്നായി ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഉലുവ പൊടിച്ചതും ഗരം മസാലയും കായപ്പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഞാനിതിനൊന്നും ഒരു സ്പെസിഫിക് അളവ് പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ പ്രത്യേകമായി പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം അവസാന ഘട്ടം വരെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ബീഫാണ് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബീഫ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം കരികരിപ്പായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യാണ്. നമ്മുടെ എല്ലാ ബീഫും വറുത്തതും ആഡ് ചെയ്തു. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു തിളച്ച ശേഷം നമുക്ക് തീ ഓഫാക്കാം. നല്ലോണം ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ കണ്ടെയ്നറിലേക്ക് ഇത് പകർത്തി വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ കിട്ടിയില്ല ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതവിടെ നല്ല ചൂട് ചോറും ബീഫ് അച്ചാറും റെഡി. ഇതിനി വേറെ കറികളൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി നമുക്ക് ഒരു കലം ചോറ് വരെ ഉണ്ണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.